അപ്പൊ ഫ്രണ്ട്സ്, ഒരു കിട്ടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും പാലക്കാട് ഈ കൊടുവായൂർ റോഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത വഴികളാട്ടോ. നമ്മുടെ ഈ ഒറിജിനൽ കണിക്കൊന്ന കറക്റ്റ് സമയത്ത് തൂക്കാത്തത് കാരണം പ്ലാസ്റ്റിക്കിന്റെ ഒന്നര ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പാലക്കാട് കൊടുവായൂർ റോഡിലേക്ക് കടന്നിട്ടുണ്ടോ. എൻ്റെ മോനെ ഇവിടെ ഒരുപാട് പണിക്കൊന്നുണ്ട് കേട്ടോ. കൊന്നൻ്റെ നമ്മൾ എത്ര വലിയ ഷോപ്പാണ്. എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന പോയിട്ടിപ്പോ അല്ല, ഒറിജിനൽ കണിക്കൊന്ന കറക്റ്റ് സമയത്ത് തൂക്കാത്തത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നര പ്ലാസ്റ്റിക് ഒന്നുണ്ട്. അത് ഉപയോഗം എടുത്തെന്താ 25 രഞ്ജിത പറടാ. ആ ഞാൻ പാലക്കാട് എത്തി. ആ എനിക്കിഞ്ഞൊരു 20 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ 8 മണിക്ക്. ആ ബ്ലോക്കൊന്നും എന്താ നല്ല സുഖമായിട്ട് പോകും. ആ കൊന്ന പ്ലാസ്റ്റിക്കിൻ്റെ അത് വാങ്ങാൻ തഞ്ഞ് ചിലപ്പോൾ വരുമ്പോൾ കിട്ടിക്കോളണമെന്നില്ല. ആ ഞാനൊരു 10 മണിയാകുമ്പോൾ എത്തും. ഓക്കെ. കൃഷ്ണന്റെ നമ്മളെ ഞാനിതുവരെ വിചാരിച്ചത് ലക്കിടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ വയനാട് ഭാഗത്തുള്ളൂ. വയനാട് ലക്കിടി ഒരു വില്ലേജ്, ലക്കിടി വില്ലേജ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ പാലക്കാടിന്റെ ലക്കിടിയാണ് മറ്റേ ലക്കിടിയുടെ നമ്മുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്കിടി വില്ലേജ് സെക്കൻഡ് ക്രോസിങ്. ട്രെയിനാ പോയി. ആ അടുത്ത ട്രെയിനാ കേട്ടാ. കിട്ടാറില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാലക്കാട് കൊടുവായൂർ റോഡിലേക്ക് കടന്നിട്ടുണ്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത റോഡിന് മുകളിലായിട്ട് പന്തരിച്ച് നിൽക്കുന്ന മരങ്ങൾ അവിടെ മണിക്കൊണ്ട് എനിക്കൊരു ഫോറസ്റ്റ് റോഡാണ്. ഒരു രക്ഷയില്ല മച്ചന്മാരെ. എൻ്റെ മോനെ എന്തോ വന്നത് പൊളിയുണ്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഈ വഴിയൊക്കെ മിസ്സായി പോയാനെ. ഇത് കാഴ്ച കിട്ടുന്നെങ്കിൽ നമ്മളെ പാലക്കാടനെ വരണേട്ടാണ്. വന്നപ്പോഴും മനസ്സിലായത് നമ്മൾ ഒരുപാട് വഴികളിലൂടെ പാലക്കാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ കൊല്ലം ഈ റൂട്ടിലൂടെ ആദ്യമായിട്ടാണ് എന്നെ പോകണമെന്ന് അറിയില്ലട്ടോ. ചാൻസ് അല്ല. കോട്ടായി ഇതാണ് വന്നിട്ടുള്ളത്. ഇല്ലാത്ത ഞാൻ നമ്മളെ വോയിസ് റെക്കോർഡ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കുറിച്ച് പോകുന്നത്. തോമസ് വെഹിക്കിൾ വാഷിംഗ് ലെഫ്റ്റ് സൈഡിൽ 6 വാഷിംഗ്
റൈറ്റ് സൈഡിൽ ഏകദേശം ഫോറസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇവിടെയുള്ള വീടുകൾ ഒരുപാട് പ്രത്യേകത വീടുകളാണ്. ഞാൻ വീട് ചെറുതല്ല, കുറെ വലിയ ലക്സറീസ് ആയിട്ടുള്ള വീടുകളുണ്ട്. ഇല്ല അപ്പൊ ഫ്രണ്ട്സ്, ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ, എല്ലാവർക്കും. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ പാലക്കാട് കൊല്ലങ്കോടിക്ക് ഇനി ഏകദേശം 17 കിലോമീറ്റർ ഉള്ളൂ നമുക്കുള്ളത്. 17 കിലോമീറ്റർ ഉള്ളൂ. പാലക്കാട് ഈ കൊടുവായൂർ റോഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വഴികളാട്ടോ. നമ്മൾ ബത്തേരി പോയിട്ട് ഫോറസ്റ്റ് റൂട്ട്, നമ്മൾ വയനാട് പോയിട്ട് ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോകില്ല, അതേ ഒരു ഫീലിംഗ് ആണ്. അത്രയ്ക്കും തിങ്ങല ഇട തൂർന്ന് തിങ്ങി നിൽക്കുന്ന മരങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ട്. പക്ഷെ ഇവിടെ കുറച്ച് കച്ചറ കിട്ടും. ഒരുപാട് ആളുകൾ ഇവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, എന്താ ജനങ്ങൾ കാവൽക്കാരല്ല, അല്ല ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, പിന്നെ ഞാൻ മൈക്ക എടുത്തിട്ടില്ല. നമ്മൾ മൈക്ക എയർപോർട്ടിൻ്റെ മൈക്ക കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നോയ്സ് റിഡക്റ്റ് ആവാൻ സാധ്യത കുറവാണ്. വണ്ടി ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ സൗണ്ട് ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ കാറ്റ് വരുമ്പോഴേ പ്രശ്നമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് പഞ്ചായത്തിലേക്ക് കിടക്കുക കേട്ടോ. ഇതൊരു റെയിൽവേ ട്രാക്കാണ് ഗൈസ്. എൻ്റെ മോനെ ഇതുവരെ വന്ന വഴികളും റോഡുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഏകദേശം നമുക്ക് ഒരു 8 കിലോമീറ്ററാണ് ഇനി ഓടാനുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് കാണാനുള്ള സ്ഥലങ്ങൾ താമരപ്പടം, മലനിരകൾക്ക് താഴെയുള്ള താമരപ്പടം, തമിഴ് സ്റ്റൈല് ഒരു പഴയ ഫ്രണ്ട്സ്, നമ്മൾ ആ മലന്റെ മലനിരകൾ